റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പിന്തുണച്ചുള്ള NSS നിലപാടിനു പിന്നാലെ അനുനയ നീക്കവുമായി കോൺഗ്രസ്. യഥാർത്ഥത്തിൽ ഇന്നലെ ഞെട്ടിപ്പോയി കേട്ടോ എല്ലാവരും. പെട്ടെന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഇങ്ങനെയൊക്കെ പറയുമെന്ന് നേതാക്കൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതും വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞു വെച്ചത്. കോൺഗ്രസിൻ്റേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാത്തതിന് കാരണം അതാണ്. BJPയുടേതും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. കേന്ദ്രം ഒന്നും തന്നെ ആചാര സംരക്ഷണത്തിന് ചെയ്തില്ല. LDF സർക്കാർ, പിണറായി വിജയൻ സർക്കാർ യുവതീ പ്രവേശനത്തിന് വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. പൂർണ്ണമായിട്ടും ആചാരം സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ സുകുമാരൻ നായർ പറഞ്ഞത്. ശബരിമലയിലെ സർക്കാർ ഇടപാടിൽ ആത്മാർത്ഥതയില്ലെന്ന് കീഴ്ഘടകങ്ങളിൽ വിശദീകരിക്കാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. NSSന്റെ നിലപാട് ഇരട്ടിപ്രഹരമായെന്ന വിലയിരുത്തലിലാണ് BJP. റോഷിപാലും TV പ്രസാദും ചേരുന്നുണ്ട്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ചുരുക്കത്തിൽ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതിന് ശേഷം LDF സർക്കാരിന് വളരെ അനുകൂലമായ ഒരു തീരുമാനമാണ് NSS എടുത്തത്. അയ്യപ്പൻ പ്രസാദിച്ചു എന്ന് വേണമെന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. സുകുമാരൻ നായരുടെ പ്രസ്താവന, അതും നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് LDFന് അനുകൂലമായിട്ടൊരു പ്രസ്താവന വരുന്നത്. അത് ചെറിയ പ്രസ്താവനയല്ല. പ്രത്യേകിച്ച് സുകുമാരൻ നായർ പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഭാരം കൂടും. അത് കോൺഗ്രസിനെയും BJPയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു അല്ലേ റോഷി? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ശബരിമല വിഷയത്തിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രസ്താവന കോൺഗ്രസും BJPയും ഒന്നും ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്തതാണ്. ഏതായാലും കോൺഗ്രസ് നേതൃത്വം സുകുമാരൻ നായർ NSS നേതാക്കളെയും കാണാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. കാരണം NSSനെ അനുനയിപ്പിച്ചില്ലെങ്കിൽ അത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളിയാകുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. സാധാരണ കോൺഗ്രസ് ഇത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ച് സമുദായ സംഘടനകൾ, മതസംഘടനകൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ നിലപാട് നേതൃത്വത്തെ, ഈ സമുദായ സംഘടനാ നേതൃത്വത്തെ, പ്രത്യേകിച്ച് NSS നേതൃത്വത്തെ നേരിട്ട് ധരിപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ ശബരിമല ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതുമായി സഹകരിക്കേണ്ടെന്ന തീരുമാനമെടുത്ത കാര്യം അത് NSS നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് NSSനെ ചൊടിപ്പിച്ചത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് NSSുമായി വളരെ ആത്മബന്ധമുള്ള നേതാക്കൾ, അത് രമേശ് ചെന്നിത്തല, K. മുരളീധരൻ, KC വേണുഗോപാൽ അടക്കമുള്ളവർ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി നേരിട്ട് കണ്ട ആ നിലപാട് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തും എന്നതാണ് നമുക്ക് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. മാത്രവുമല്ല UDF നേതൃത്വം താഴെത്തട്ടിൽ ജില്ലാ നിയോജകമണ്ഡലം തലങ്ങളിലേക്ക് സംഘടനയുടെ നിലപാട് അറിയിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്തുകൊണ്ട് സഹകരിച്ചില്ല എന്ന കാര്യം അത് കീഴ്ഘടകങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരുക്കങ്ങളിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല ആഗോള അയ്യപ്പ സംഗമം അത് സ്വാധീനിക്കുമോ എന്ന സംശയം UDF നേതൃത്വത്തിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് താഴെത്തട്ടിൽ വിശദീകരിക്കുന്നത്. അതിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF ചെയർമാൻ തന്നെ നേരിട്ട് ആ യോഗങ്ങളിലേക്ക് പങ്കെടുക്കുന്നു എന്നാണ്. ജില്ലാതലത്തിൽ നടക്കുന്ന UDF യോഗങ്ങളിൽ ഈ നിലപാട് വിശദീകരിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് തന്നെ പങ്കെടുക്കുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം. BJPക്കും വലിയ തിരിച്ചടിയാണ്. കാരണം നേരത്തെ നാമജപ ഘോഷയാത്ര അടക്കം സംഘടിപ്പിക്കുമ്പോൾ അതിനൊപ്പം നിന്ന BJPക്ക് പക്ഷേ NSSന്റെ പുതിയ നിലപാട് തിരിച്ചടിയാണ്. ഓക്കെ, ഞാൻ ഒന്ന് TV പ്രസാദ് കൂടി പോരാം. TV പ്രസാദ്, ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രസ്താവന ശരിക്കും പറഞ്ഞൊരു വെള്ളിടി പോലെയായിരിക്കും ഇന്നലെ കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതാക്കളൊക്കെ കേട്ടിട്ടുണ്ടാവുക, അഥവാ വായിച്ചിട്ടുണ്ടാവുക. കാരണം ഈ കരയോഗത്തിലൊക്കെ ആചാര ലംഘനം നടത്തിയത് പിണറായി സർക്കാരാണ് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രചരണം അക്കാലത്തുണ്ടായിരുന്നു. നാമജപ ഘോഷയാത്രയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ പല നായർ സമുദായങ്ങൾക്കിടയിലും അതിനകത്തൊരു വിയോജിപ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സുകുമാരൻ നായർ വ്യക്തമായിട്ട് പറയുന്നു, യുവതീ പ്രവേശനത്തിന് സർക്കാരിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നല്ലോ, ഇപ്പോൾ സർക്കാർ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ സുകുമാരൻ നായർ തന്നെ പറയുമ്പോൾ അത് കരയോഗത്തിലെ NSSലെ ചില ആളുകളുടെ ഇടയിലൊക്കെ മനംമാറ്റം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഭയക്കുന്നുണ്ട്, BJPയും അല്ലേ TV പ്രസാദ്? ഗുഡ് മോർണിംഗ് അരുൺ. ഉറപ്പായും അതുണ്ട് എന്നുള്ളതാണ്. LDFനെ പിന്തുണച്ചു എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസിനെയും BJPയെയും വിമർശിക്കുന്നതിനൊപ്പം പരിഹസിക്കുകയും ചെയ്തു എന്നുള്ളിടത്താണ് BJPയുടെയും കോൺഗ്രസിന്റെയും വലിയ പ്രതിസന്ധി ഉണ്ടായത്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് തന്നെ NSSന്റെ ഈ നിലപാടിന്റെ ഭാഗമായിട്ടാണോ എന്ന് സംശയിക്കുകയാണ് കോൺഗ്രസിലെയും BJPയിലെയും ചിലർ. സാധാരണ നമ്മൾ തന്നെ കരുതിയതാണ് അരുൺ, എന്തിനാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത്. അതായത് നേരത്തെ ആളുകൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് CPIMന് വലിയ ഡാമേജ് ഉണ്ടായ വിഷയമാണ് ശബരിമലയിലെ യുവതീ പ്രവേശനം. അത് മറ്റു സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ ഇങ്ങനൊരു ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതോടുകൂടി അത് വലിയ ചർച്ചയല്ലേ വീണ്ടും ഉണ്ടാക്കുക എന്നൊരു സംശയം എല്ലാവരിലും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിലാണ്
സർക്കാർ വലിയ രീതിയിൽ ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോയതും അതിലേക്ക് NSSനെ ക്ഷണിച്ചു കൊണ്ടുവന്നതും എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ ഇക്കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇതിലെ സർക്കാരിന്റെ വിജയം എന്നുള്ളത് NSSനെ പങ്കെടുപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇതിപ്പോൾ NSS LDFന് അനുകൂലമായ നിലപാട് എടുത്തു എന്ന് മാത്രമല്ല, കോൺഗ്രസ് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നുവെന്നും ഹിന്ദുക്കളുടെ വോട്ട് വേണ്ട കോൺഗ്രസിനെന്നും ന്യൂനപക്ഷത്തിന്റെ വോട്ട് മാത്രം മതിയെന്നും പറഞ്ഞ് പിന്നീട് കേന്ദ്രം ഭരിക്കുന്ന BJP ആണെങ്കിൽ ആചാരം സംരക്ഷിക്കാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതിലൂടെ BJPയും കോൺഗ്രസും യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. LDFന് വലിയ ആശ്വാസമായിരിക്കുകയാണത്. ഓക്കെ, താങ്ക് യു TV പ്രസാദ്, താങ്ക് യു റോഷി പാൽ. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കാണും അല്ലേ? ഒന്നാലോചിക്കുക, അമ്മാതിരി അടിയാണ് ഇന്നലെ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അടിച്ചത്. അതൊരു വലിയ രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, NSS അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റൂല. 14% കേരളത്തിൽ NSSന്റെ പോപ്പുലേഷൻ പെർസെൻറ്റേജ്. ആ എണ്ണം കൊണ്ടല്ല, കേരളത്തിൽ അഭിപ്രായം രൂപീകരിക്കുന്നതിൽ ഈ NSSലെ എന്ന് പറയുന്ന സംഘടനയിലെ അംഗങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. പ്രബല സമുദായമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗവൺമെൻറ് സർവീസുകളിലൊക്കെ 37-38% അവരുടെ സാന്നിധ്യമുണ്ട്. അവരൊരു പബ്ലിക് ഒപ്പീനിയൻ ഗ്രൂപ്പാണ്. അപ്പം ആ ഗ്രൂപ്പിലാണ് സുകുമാരൻ നായരുടെ ഈ പ്രസ്താവന കൂടുതൽ ചർച്ചാ വിഷയമാവുക. കരയോഗങ്ങളൊക്കെ അത് ചർച്ച ചെയ്യുകയും കരയോഗങ്ങൾ അങ്ങനെ നിലപാടെടുക്കുകയും ഒക്കെ ചെയ്താൽ വരുന്ന ഇലക്ഷനിൽ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പിന്തുണ കുറയുമോ എന്നൊരു ആശങ്കയിലാണ് കോൺഗ്രസും BJPയും. അതിനാണ് എന്തായാലും അനുനയ നീക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സുകുമാരൻ നായർ സാറിനെ കുറിച്ച് പറയുമ്പോൾ വ്യക്തിപരമായി എനിക്ക് ബന്ധമുള്ളതുകൊണ്ടുകൂടി ഒരു നിലപാടെടുത്താൽ പുള്ളി അതിൽ നിന്ന് മാറണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയും പുള്ളിയെ കൺവിൻസ് ചെയ്യാതെ അദ്ദേഹം മാറത്തില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത.